ഇനി ഉമ്മതാ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഒരു വലിയ വീഡിയോ എടുക്കാൻ പോകുന്നത്. എന്തായാലും ഇന്ന് ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. ഞാൻ മാത്രമല്ല, ശ്രീലക്ഷ്മി ഉണ്ട്. ഇങ്ങനെ ഒരു കുഞ്ഞു ബാഗാണ് എടുത്തേക്കുന്നത്. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഒരുങ്ങിയപ്പോഴാണെങ്കിൽ ഭയങ്കര മഴ. പിന്നെ ഞാൻ റെയിൻകോട്ട് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. ഇനി നമുക്ക് ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ പോയിട്ട് കാണാം. ബൈ ബൈ. ഒരു ഉമ്മതാ പറ. പറയാൻ വേണ്ടിയിട്ടാണ് ഇയാളെ കൈയെടുത്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഇനി ഉമ്മതാ. ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിയത് കുറച്ച് നെയിൽ പോളിഷും പൊട്ടും പിന്നെ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ് ഒക്കെ മേടിക്കാം എന്ന് പറഞ്ഞൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ കണ്ടത് നെയിൽ പോളിഷ് ആയിരുന്നു. പിന്നെ നെയിൽ പോളിഷ് ബ്രാൻഡ് എനിക്ക് മാത്രമല്ല ഇവക്കും ഉണ്ട് കുറച്ച്. അപ്പം പിന്നെ ആദ്യം കുറച്ച് കളറൊക്കെ എടുത്ത് ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇൻസൈറ്റിൻ്റെ. അത് കഴിഞ്ഞിട്ടാണ്ട് ഈ ഒരു പിങ്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കൊണ്ട് അവൾ അത് മേടിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഈ ഒരു മുന്തിരി കളറും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കണ്ടോ, അവളുടെ കയ്യിലടിച്ചിട്ടും കൊള്ളായിരുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ച് അടിച്ച് നോക്കിയപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2 കളർ ഞാൻ അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഈ കളർ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അതുകൊണ്ട് പിന്നെ മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ കമ്മലിൻ്റെ സെക്ഷനിലോട്ട് പോയപ്പോഴാണെങ്കിൽ ഈ കമ്മൽ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വേറെ കമ്മൽ നോക്കാനാണെങ്കിൽ എല്ലാ കമ്മലും കുറേ കല്ലും ഒക്കെ അങ്ങനത്തെ ഉള്ള ഐറ്റമാണ്. എനിക്ക് ഇത്രയും കല്ലൊന്നും അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞ സിമ്പിൾ എടുക്കടി എന്ന് പറഞ്ഞ് അവളെ കൊണ്ട് ഏറ്റവും മാക്സിമം സിമ്പിൾ എടുപ്പിക്കാനാണ് ഞാൻ നോക്കിയത്. അവളും സിമ്പിളെന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് അവൾക്ക് സിമ്പിൾ എന്ന് പറഞ്ഞിരിക്കും. പിന്നെ എനിക്ക് ലാസ്റ്റ് ഒരു കമ്മൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും മുകളിൽ നമ്മളെ ഒരു റാ പോലെയോ ജെ പോലെയോ ഒക്കെ ഇരിക്കുന്ന ഒരു കമ്മൽ. ഇതാണെങ്കിൽ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാം, ജീൻസും ടോപ്പിൻ്റെ കൂടെ ഇടാം, സിമ്പിളായിട്ട് കിടക്കുമ്പോൾ അങ്ങനെയൊക്കെ ഇടാം. അങ്ങനെ ഈ 2 കമ്മലുമാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളായിരുന്നു. എന്തായാലും ഇനി വെച്ച് നോക്കാമല്ലോ എന്ന് പറഞ്ഞാൽ വെച്ച് നോക്കിയപ്പോഴത്തേനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മേക്കപ്പ് പ്രോഡക്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവർ എടുക്കുന്ന സമയത്ത് അവിടെ ഒരു മിറർ ഉണ്ടായിരുന്നു. അത് വെച്ച് 2-3 വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് 2-3 കമ്മലും കൂടെ നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കാണ് താണ്ടി ഈ ഒരു ബ്ലൂ കമ്മൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഈ ബ്ലൂ ഭയങ്കര ഫേവറേറ്റാണ്, പക്ഷേ അവൾക്ക് ചേരുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാലും നമുക്ക് വെച്ച് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ അതെടുത്ത് അവളുടെ ചെവിയിലൊക്കെ വെച്ച് നോക്കിയപ്പോൾ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ എടുത്ത വീഡിയോ അവളെ കാണിച്ചു കൊടുത്തപ്പോൾ അവൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കൺസീലറൊക്കെ മേടിക്കാമല്ലോ എന്ന് പറഞ്ഞ് കൺസീലറൊക്കെ നോക്കി, കൺസീലർ ബ്ലഷ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ബ്ലഷ് എടുത്ത് ഞാൻ അവളുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതോടെ എനിക്ക് ഒട്ടും അറിയാൻ പറ്റിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമുക്കിനി ഫൗണ്ടേഷൻ നോക്കാമല്ലോ എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ നോക്കിയപ്പോഴത്തേനാണെങ്കിൽ ആ ചേച്ചി എടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഇരുന്ന് ചുമ്മാ വീഡിയോ എടുക്കുമായിരുന്നു. 2 ഫൗണ്ടേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഡാസ്ലറിൻ്റെ ആയിരുന്നു. ഏതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ 2ാമത് എടുത്തതായിരുന്നു. പിന്നെ അവൾക്കും അത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ നമ്മൾ അത് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരെന്തോ ഒരു മറ്റേ ഓയിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് എന്തോ ഒരു പൗഡറോ, ഇതിൻ്റെ പേര് എനിക്ക് സംഭവം മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്പ്രേ ഒരു കുഞ്ഞു ബോട്ടിലിൽ ഒരു സ്പ്രേ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, സെറ്റിംഗ് സ്പ്രേ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കൂടി ഇത്രയും സാധനങ്ങൾ മതിയല്ലോ എന്ന് ആലോചിച്ചു. അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഇനി കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണെങ്കിൽ 930 രൂപയായി. അത് കഴിഞ്ഞിട്ട് ഇനി ട്രെൻഡ്സിൽ പോയി കുറച്ച് ഡ്രസ്സ് എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് ട്രെൻഡ്സിൽ വന്നപ്പോഴാണെങ്കിൽ കണ്ടപാടെ എനിക്ക് ആദ്യം തന്നെ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഒരു ഡ്രസ്സ്. പിന്നെ അത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവളുടെ അടുത്ത് വെച്ചപ്പോൾ അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ഈ വൈറ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ വൈറ്റ് ഞാൻ എടുത്ത് കൊടുത്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഞാൻ പൈസ കൊടുത്ത് മേടിച്ച് കൊടുത്തതെന്നല്ല, അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അതിൻ്റെ ഈ ഒരു ചന്ദന കളറും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞിട്ടാണ്ട് ഈ ഒരു ടോപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു ബ്ലാക്ക് ജീൻസിൻ്റെ കൂടെ ഇടുമ്പോൾ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്നാലും എൻ്റെ നിർബന്ധപ്രകാരം ട്രയൽ ചെയ്യാമെന്ന് അവൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ഈ വൈറ്റ് ഞാൻ വിട്ടുപിടിക്കുന്നേ ഇല്ലായിരുന്നു. പിന്നെ എനിക്കൊരു വെയിറ്റ് കിട്ടിയപ്പോൾ ആ വൈറ്റിനെ ഞാൻ വിട്ടു കളഞ്ഞായിരുന്നു. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഭ്രാന്തുള്ള കൂട്ടത്തിലാണ്. അവൾക്കത് ഇഷ്ടപ്പെട്ട് വൈറ്റ് ആയതുകൊണ്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു കളറും ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു കളർഫുൾ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളെ കൊണ്ട് ഞാൻ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഉടുപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ വെച്ചൊക്കെ നോക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ടോപ്പിൻ്റെ സെക്ഷനിൽ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ടോപ്പ് നോക്കിയപ്പോഴാണെങ്കിൽ എല്ലാം വലിയ സൈസ്, ഈ സൈസ് എന്നുള്ള ഒന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ ഇനിയും ടോപ്പ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇനി എനിക്ക് ടോപ്പ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഇവക്ക് താണ്ടി ഇങ്ങനെ ഒരു ടോപ്പ് എടുത്തു. അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അടുത്ത എനിക്ക് എടുക്കാമെന്ന് വിചാരിച്ച് ഈ ടോപ്പ് എടുത്തപ്പോഴാണെങ്കിൽ അത് അവൾക്ക് ഒടുക്കത്തെ ഇഷ്ടപ്പെട്ടുകയും ചെയ്ത് അതെനിക്ക് വേണം എന്ന് പറഞ്ഞ് ഞാനും അവളുമായിട്ട് അവിടെ മുട്ടാനടി കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി എന്തായാലും ട്രയൽ ചെയ്ത് നോക്കാമല്ലോ എന്ന് പറഞ്ഞ് പോയ വഴിക്കാണെങ്കിൽ ഇതാണ്ട് ഇങ്ങനെ ഒരു വൈറ്റ് ടോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഇനി എന്തായാലും ട്രയൽ റൂമിൽ ചെന്നിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ തന്നെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് മേടിക്കാൻ തന്നെ വന്നേ. പിന്നെ അവളുടെ കരച്ചിലും പിടിച്ചിലും കേട്ടപ്പോഴത്തേനും ഞാൻ വിചാരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവള് പറയും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയടി, ഇഷ്ടപ്പെട്ടില്ലെന്ന് പറ. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു വീഡിയോ നോക്കടി. അവളുടെ മനസ്സ് ആ ഉടുപ്പിൽ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓരോ ഉടുപ്പായിട്ട് ഇവള് ട്രയൽ ചെയ്ത് നോക്കാൻ തുടങ്ങി. ഈ ഉടുപ്പ് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 2ാമത്തെ ഉടുപ്പ് ഇവള് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവള് ഇട്ടതിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, മേടിച്ചതിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഉടുപ്പ് അടിപൊളിയായിട്ട് ചേരുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വീഡിയോ ഒക്കെ എടുക്കുക, നീ നല്ലതായിട്ട് ചിരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട്
കൊടുത്തപ്പോഴത്തേനാണെങ്കിൽ അവൾ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടുകൊണ്ട് വന്ന് ഞാൻ പറഞ്ഞു ഞാൻ തരത്തില്ല. അവൾ പറഞ്ഞു എടി എനിക്ക് താടി താടി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെയും ഞാൻ പറഞ്ഞു ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു. അവൾ പിന്നെയും അതാ ഇഷ്ടപ്പെട്ടേന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ തരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നപ്പോഴാണെങ്കിൽ അവൾക്ക് പിന്നെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു ഇഷ്ടം. പിന്നെ അവൾക്ക് ഈ ഉടുപ്പ് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഉടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല കളർഫുൾ ആയിരുന്നു. അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എൻ്റെ നിർബന്ധപ്രകാരം മാത്രം എടുത്തതാണ് ഈ ഒരു ഉടുപ്പ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളതുപോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വന്ന് ബില്ലടിക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ കുറേ ചെറുക്കന്മാരുടെ നല്ല നല്ല ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒടുക്കലത്തെ വിലയായിരുന്നു. പിന്നെ നമ്മൾ ഇത് ഇത്രയും മേടിച്ചുകൊണ്ട് തന്നെ വന്നു. അത് കഴിഞ്ഞിട്ട് ഇനി സ്വയംവരെ പോയി ഇവർക്ക് ജീൻസ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ട്രെൻഡ്സിലെ ജീൻസ് ഒന്നും ഇവർക്ക് ഇത്ര പിടിച്ചില്ല. അങ്ങനെ സ്വയംവരെ പോയി കയറി അപ്പോഴേ ഒരു ജീൻസ് കിട്ടി. അതും എടുത്ത് ട്രയൽ റൂമിൽ പോയി ട്രയലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഓക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ടോപ്പുകളൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങുവാണ്. അവിടുന്ന് ഇറങ്ങിയില്ല. അപ്പോഴേ ഞാൻ ബില്ലടിക്കാൻ പോയേക്കുവാണ്. അപ്പോഴാണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അവിടെ കിടക്കുന്ന കല്യാണത്തിൻ്റെ സെറ്റിൻ്റെ ഫോട്ടോ എടുക്കുന്നത്. പിന്നെ ബില്ലടിക്കുന്ന ആ സമയം കൊണ്ട് നമ്മൾ അവിടെ ഇരുന്ന് ഭയങ്കര വീഡിയോ എടുപ്പും ഫോട്ടോ എടുക്കുമായിരുന്നു. ബില്ലടിക്കാൻ ചെന്നിടത്തും ഭയങ്കര ഫോട്ടോ എടുപ്പായിരുന്നു. ഇന്ന് ഫോട്ടോയുടെ പ്രാന്തായിരുന്നു. അത് കഴിഞ്ഞ് ചെരുപ്പ് പിടിക്കാൻ കയറിയപ്പോഴത്തേനാണെങ്കിൽ ഈ ചെരുപ്പ് ഞാനാണ് സെലക്ട് ചെയ്ത് കൊടുത്തത്. ഒരു ലാവൻഡർ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. അത് കഴിഞ്ഞൊരു വൈറ്റ് ഈ ഒരു കളറൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. അവസാനം നമ്മൾ ആ ലാവൻഡർ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും ഇട്ട് നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാം ഇവക്കും ഇഷ്ടപ്പെടുവാണല്ലോ എന്ന് വിചാരിച്ച് എന്തായാലും അത് ലാവൻഡർ കളർ അവൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബ്ലാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഇവിടെ എനിക്ക് ഷവർമ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. എനിക്ക് ഷവർമയൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും 2-3 ഷവർമയൊക്കെ മേടിച്ച് പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് എന്താണ്ടൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവളെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. വീട്ടിലോട്ട് വന്നു. എന്തായാലും ഇന്നത്തെ ദിവസം ഭയങ്കര മഴ നനഞ്ഞുള്ള ഒരു ദിവസമായിരുന്നു. ഒരുപാട് നനഞ്ഞില്ല. റെയിൻകോട്ട് ഉണ്ടായിരുന്നു എനിക്ക്. അവൾ മഴ നനയുകയും ചെയ്തു. ഞാൻ റെയിൻകോട്ടിൽ സേഫ് ആയിട്ട് വരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ ടാറ്റാ ലവ് യു.